മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങൾക്കുള്ള സ്ഥാനം, അതുപോലെ ബന്ധങ്ങൾക്കുള്ള മൂല്യം, ഇതൊക്കെ എന്താണ്, വളരെ വലുതാണ് കേട്ടോ. മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങളുടെ സ്ഥാനം എന്താണ്, വളരെ വലുതാണ്. ബന്ധങ്ങളുടെ വില നമുക്ക് മനസ്സിലാകണമെങ്കിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ബന്ധങ്ങളുടെയൊക്കെ വില നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കണ്ണുള്ളപ്പോൾ നമ്മൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല, അതുപോലെയാണ് ബന്ധങ്ങൾ കൈവിട്ടു പോകുമ്പോൾ, ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ബന്ധങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ മൂല്യം നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കുക കേട്ടോ. നല്ല ബന്ധങ്ങൾ എപ്പോഴും കൈവിട്ട് കളയാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നല്ല ബന്ധങ്ങളൊക്കെ നേടുന്നതാണ് അതികഠിനമാണ്. പക്ഷേ ഒരു ബന്ധം നഷ്ടപ്പെടുത്തുന്നതിന് വളരെ നിസ്സാരമായിട്ട് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. എങ്ങനെയാണെന്നറിയാമോ? ആ തെറ്റായൊരു വാക്കോ അല്ലെങ്കിൽ മോശമായൊരു ചെറിയ പ്രവൃത്തിയോ മതി ബന്ധങ്ങളൊക്കെ നഷ്ടമാകാൻ. അല്ലെങ്കിൽ പക്വതയില്ലാത്തൊരു പെരുമാറ്റം കൊണ്ടും എന്ത് ചെയ്യാം, ചിലപ്പോൾ ബന്ധങ്ങളൊക്കെ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടമാകാം. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ നിലനിർത്തുക കേട്ടോ. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ബന്ധങ്ങളൊക്കെ നേടിയെടുക്കുന്നതാണ് അതികഠിനമാണ്, വളരെ പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പക്വത പുലർത്തുക, പക്വത കാണിക്കുക, ജീവിതത്തിൽ എപ്പോഴും പക്വതയോടെ പെരുമാറുക. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും കേട്ടോ, വിട്ടുവീഴ്ചകൾക്ക് ബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ആ വിട്ടുവീഴ്ചകൾ ചെയ്യുക. മനുഷ്യ ജീവിതമാണ് ഒരുപാട് വീടുകളിൽ പറഞ്ഞുകൊണ്ട്, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം മനുഷ്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ സംഭവിച്ചത് എന്താണ്, ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, മനുഷ്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പല ബന്ധങ്ങളും എന്ത് ചെയ്യും, ഇല്ലാതായി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല ചിന്താഗതികൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ വെച്ച് പുലർത്തുക. ഏത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതുപോലെ തന്നെ നന്മ പ്രവർത്തിക്കുക. അങ്ങനെയുണ്ട് കേട്ടോ, പ്രത്യേകം നിങ്ങളെ ഉറപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ വളരെ ആലോചിച്ച് വേണം സംസാരിക്കാൻ. കാരണം ചിലപ്പോൾ നമ്മൾ നല്ലതായിട്ട് പറയുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, കേൾക്കുന്ന ആൾക്ക് നെഗറ്റീവായിട്ട് അനുഭവപ്പെടുകയും എന്ത് ചെയ്യും, അത് വഴക്കിലേക്ക് പോകാൻ സാധ്യതകളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആരോട് സംസാരിച്ചാലും എന്ത് ചെയ്യുക, വളരെ സൂക്ഷിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കഴിവതും നമ്മുടെ ബന്ധങ്ങളൊക്കെ നിലനിർത്തുവാൻ ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ അമിതമായിട്ട് ആരോടും സംസാരിക്കരുതെന്നാണ് കേട്ടോ. അമിതമായിട്ട് സംസാരിക്കരുത്. അമിതമായിട്ട് സംസാരിക്കാൻ എന്തുവാ, നമ്മൾ അമിതമായിട്ട് സംസാരിക്കുക. ഒരാളുടെ അമിതമായിട്ട് നമ്മൾ എപ്പോഴും ഒരുപാട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിലപ്പം ബന്ധങ്ങൾ ഉലയാനുള്ളൊരു സാധ്യത ഉണ്ടാകും. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ സുഹൃത്ബന്ധമായാലും ജീവിതത്തിലായാലും ഒക്കെ നമ്മളത് ഒന്ന് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ എന്തായാലും ബന്ധങ്ങളൊക്കെ അതേപോലെ നിലനിൽക്കും. എല്ലാവരോടും അത്യാവശ്യം സംസാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അമിതമായി സംസാരിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്തോ, അമിതമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്നൊരു യാത്ര പോകാനായിട്ട് ഇറങ്ങുമോ, നിങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ പോകാനായിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഒരു അദ്ദേഹം നിങ്ങളോട് ചോദിക്കുകയാണ്, അദ്ദേഹം നിങ്ങളുടെ പരിചയക്കാരനാകാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ശാസ്താംകോട്ടയിൽ പോകുന്നു, അല്ലെങ്കിൽ ഭരണിക്കാവിൽ പോകുന്നു, അല്ലെങ്കിൽ കടമ്പനാട് പോകുന്നു, അല്ലെങ്കിൽ അടൂർ പോകുന്നു, എന്തെങ്കിലും പറഞ്ഞു ഒറ്റ വാക്ക്. അദ്ദേഹം നിങ്ങളോട് പരിചയമുള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ലോഹ്യം ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടൂർ പോകുന്നു പറഞ്ഞു, നിങ്ങൾ പോവാ. അല്ല, മറിച്ച് ഞാൻ അടൂർ പോവുകയാണ്, അല്ല ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയേക്കാം കേട്ടോ. അപ്പം അന്നേരം അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ പലയിടത്തും പോകാനുള്ള ധൃതി കാണും. നിങ്ങളെ കണ്ടുകൊണ്ടതിൻ്റെ പേരിൽ ഒരു ലോഹ്യം ചോദിച്ചായിരിക്കും ഇവിടെ പോകാമെന്ന്. അപ്പോൾ നിങ്ങളങ്ങ് കഥ പറയാനായിട്ട് തോന്നി എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ചിലപ്പോൾ കേൾക്കുന്ന അദ്ദേഹത്തിന് ചിലപ്പോൾ ഇറിറ്റേഷൻസ് ആയിട്ട് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇവിടെ പോകുന്നു, ഇന്ന സ്ഥലത്ത് പോകുന്നു, ഒറ്റ വാക്ക് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ അമിതമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, അമിതമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പായാലും ജീവിതത്തിലായാലും എല്ലാം ബന്ധങ്ങൾ ഉലയും കേട്ടോ. അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ആരോട് സംസാരിച്ചാലും വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം കേട്ടോ.
അത് സംസാരത്തിൽ നമ്മൾ പ്രത്യേകം ജീവിതത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. സംസാരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ഫാൾട്ടുകൾ പോലും ജീവിതത്തിൽ നീ ഒരുപാട് പരാജയത്തിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആരോട് സംസാരിച്ചാലും വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക, വളരെ സൂക്ഷിച്ച് സംസാരിക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പെരുമാറ്റം വളരെ പക്വമായിട്ട് പെരുമാറുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം.